അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1374. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഖാൽ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ഇദാ ദഫൻതുമുനി, നിങ്ങൾ എന്നെ മറവ് ചെയ്തു കഴിഞ്ഞാൽ, ഫഅഖീമു ഹൗല ഖബരി, നിങ്ങൾ എൻ്റെ ഖബറിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കണം. ഖദറമാ തുൻഹറു ജസൂറുൻ, ഒരു ഒട്ടകം അറുത്ത് മാംസവിതരണം, ഒട്ടകം അറുത്ത് വയുഖസ്സമു ലഹ്മുഹ, അതിൻ്റെ മാംസം വിതരണം നടത്തുന്ന സമയം, അത്രയും സമയം നിങ്ങൾ എൻ്റെ ഖബറിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കണം. എന്തിനാണ്? ഹത്താ അസ്തഅനിസ ബിക്കും, നിങ്ങളെ കൊണ്ട് എനിക്കൊരു നേരം സന്തോഷം കിട്ടാൻ വേണ്ടി, ഒരു നേരം പോക്ക് കിട്ടാൻ. വഅലമ മാദാ ഉറാജിഉ ബിഹി റുസുല റബ്ബി, എൻ്റെ റബ്ബിന്റെ ദൂതന്മാരോട് ഞാൻ എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയാൻ നിങ്ങൾ എൻ്റെ ഭാഗത്ത് ചുറ്റുഭാഗത്ത് കുറച്ച് സമയം നിൽക്കണം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ആ സ്വഹാബി മരണത്തോട് അടുത്ത് കിടക്കുന്ന സമയം അവിടുത്തെ ശിഷ്യന്മാർ അവിടുത്തെ അടുത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവർ ചുമരിന്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചുകൊണ്ട് ആഖിറത്തെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ കരയുകയാണ്. ആ സമയത്ത് അവിടുത്തെ മകൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട്, എന്തിനാ ഉപ്പ നിങ്ങൾക്ക് അറിയുന്നത്? ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ലേ? പല സന്തോഷങ്ങളും അറിയിച്ചിട്ടില്ലേ? പിന്നെ എന്തിനാ നിങ്ങൾക്ക് അറിയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ മുഖം നേരെയാക്കി അവിടുന്ന് പറഞ്ഞു, എനിക്ക് 3 കടമ്പകളുണ്ട്. ഒന്നാമത്തത്, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരുന്നു. ഏറ്റവും എനിക്ക് ഉറപ്പുള്ളത്, എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മുത്തുനബിയെ കൊല്ലണമെന്നായിരുന്നു അന്ന് എൻ്റെ ചിന്ത ഉണ്ടായിരുന്നത്. ആ ഒരവസ്ഥയിലെങ്ങാണ് ഞാൻ മരിച്ചു പോയിരിക്കുകയാണെങ്കിൽ ഞാൻ നരകത്തിലായിരിക്കും. രണ്ടാമത്തെ ഒരു കടമ്പ, ഞാൻ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നബി അവിടുത്തെ കൈയൊന്ന് നീട്ടിത്തരണം, അവിടുത്തെ ഒരു ബൈഅത്ത് ചെയ്യാനാണ്. അവിടെ ഞാനൊരു ഉപാധി വെച്ചു, എനിക്ക് അവിടുന്ന് ഒരു നിബന്ധനയുണ്ട്, എൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കണം, അത് പുറത്തു തരണം. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബലഹു, ഇസ്ലാം അവരോടുകൂടെ കഴിഞ്ഞു പോയതൊക്കെ ശുദ്ധീകരിക്കപ്പെടും, അതൊക്കെ പൊറുക്കപ്പെടും എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് പറഞ്ഞു സമാധാനിപ്പിച്ച് ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ അവിടുന്ന് പറയാണ്, എനിക്ക് ഏറ്റവും സ്നേഹമുള്ളത് മുത്തുനബിയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അവിടുത്തെ പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയുമായിരുന്നു. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളതായിരുന്നു. ആ സമയത്തെങ്ങാൻ ഞാൻ മരിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ സ്വർഗത്തിലാണെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ അതിനുശേഷം ഞാൻ ഒരുപാട് ഭരണങ്ങൾ നടത്തി. ഉമർ അള്ളാന്റെ കാലത്ത്, ഉസ്മാൻ അള്ളാന്റെ കാലത്തൊക്കെ മിസ്റിലൊക്കെ ഭരിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് പേടിയാവുകയാണ്. ഞാൻ അള്ളാഹുവിൻ്റെ യഖാബിനെ പേടിക്കുന്നു, അതോടുകൂടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നു. മുഅ്മിനീങ്ങൾ അങ്ങനെയാണല്ലോ. ആ ഒരവസ്ഥയിലാവുമ്പോഴാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അഹ്ലുകാരെ വിളിച്ചുകൊണ്ട് പറയുന്നത്, അഹ്ലുകാരെ, നിങ്ങൾ എന്നെ മറവ് ചെയ്യുമ്പോൾ, മറവ് ചെയ്ത് കഴിഞ്ഞാൽ അല്പാൽപമായി നിങ്ങൾ മണ്ണിടണം. മണ്ണിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഖബറിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കണം. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരൊട്ടകം അറുത്ത് മാംസം വിതരണം ചെയ്യുന്ന സമയം നിങ്ങൾ എൻ്റെ ഖബറിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് തസ്ബീത്ത് ചൊല്ലണം. എനിക്ക് വേണ്ടി എൻ്റെ അടുത്ത് നിൽക്കണം. തൽഖീനും തസ്ബീത്തൊക്കെ ചൊല്ലി ദുആ ചെയ്യണം. എനിക്ക് ഖബറിൽ സന്തോഷം ലഭിക്കാനാണ്. അതുപോലെ എനിക്ക് അള്ളാഹുവിൻ്റെ ദൂതന്മാർക്ക് ഉത്തരം പറയാൻ വേണ്ടിയാണ്. അതിന് എളുപ്പം കിട്ടാൻ നിങ്ങൾ എൻ്റെ ചുറ്റുഭാഗത്ത് നിൽക്കണമെന്ന് അഹ്ലുകാരോട് വസിയത്ത് ചെയ്യുകയാണ്. നാമുമായി ബന്ധപ്പെട്ട ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നാം ഉടനെ തന്നെ തിരിച്ചു പോകരുത്. നമ്മൾ അവിടെ നിന്നുകൊണ്ട് കുറച്ചവർക്ക്, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, അവർക്കൊക്കെ ആശ്വാസം ലഭിക്കാൻ കുറച്ച് തസ്ബീത്തൊക്കെ ചൊല്ലി, ഖത്ം ഓതാൻ കഴിയുന്നവർ ഓരോ ജുസുകളൊക്കെ ഖത്ം ഓതി തീർത്ത് അങ്ങനെ മയ്യത്തിന് ആശ്വാസം കിട്ടാൻ ഖബറിന്റെ അടുത്ത് നിന്ന് മറവ് ചെയ്ത ഉടനെ അല്പസമയം അവിടെ നിൽക്കണമെന്നാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം. അള്ളാഹു ഇതെല്ലാം ഉൾക്കൊള്ളാനും പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.